നിയമ പോരാട്ടവും ഒപ്പം തന്നെ നമസ്കാരം. കോൺഗ്രസിന് വീണ്ടും ആദായ നികുതി വകുപ്പിന്റെ നോട്ടീസ്. 1823 കോടി രൂപ നികുതി അടയ്ക്കാൻ നോട്ടീസ് നൽകിയതിന് പിന്നാലെയാണ് വീണ്ടും നോട്ടീസ് നൽകിയിരിക്കുന്നത്. 2020-21, 21-22 സാമ്പത്തിക വർഷത്തെ പിഴയും പലിശയും അടയ്ക്കാനാണ് നിർദ്ദേശം. നടപടി സ്റ്റേ ചെയ്യണമെന്നാവശ്യപ്പെട്ട് സുപ്രീംകോടതിയെ സമീപിക്കാനാണ് കോൺഗ്രസിന്റെ നീക്കം. അതിനിടെ കോൺഗ്രസ് നേതാവും കർണാടക ഉപമുഖ്യമന്ത്രിയുമായ DK ശിവകുമാറിനും ആദായ നികുതി വകുപ്പ് നോട്ടീസ് നൽകി. കെജ്രിവാളിന്റെ അറസ്റ്റിൽ വ്യാപക പ്രതിഷേധമുയരുന്നതിനിടെയാണ് പ്രതിപക്ഷ പാർട്ടികളെ വരിഞ്ഞു മുറുക്കി കൂടുതൽ നടപടികൾ കേന്ദ്ര ഏജൻസികളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. ഈ വിഷയം നമ്മൾ പരിശോധിക്കുന്നു. പ്രതിപക്ഷത്തെ വേട്ടയാടി ദുർബലപ്പെടുത്തുന്നു. സ്വാഗതം. ഈ ചർച്ചയിൽ നമുക്കൊപ്പം ചേരുന്നത് ശ്രീ വാഹിദ് നാട്ടിക, ഇടത് സഹയാത്രികൻ, ശ്രീ അജി കുര്യാക്കോസ്, കോൺഗ്രസിനെ പ്രതിനിധീകരിച്ച് ശ്രീ രമേശ് മണിക്കോത്ത്, BJP പ്രതിനിധി എന്നിവരാണ്. ആദ്യം ശ്രീ അജി കുര്യാക്കോസ്. തുടർ നടപടികൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. തെരഞ്ഞെടുപ്പിനോടടുക്കുമ്പോഴും നടപടികൾ കൂടുതൽ കടുപ്പിക്കുകയാണ് കേന്ദ്ര ഏജൻസികൾ. എങ്ങനെയാണ് കോൺഗ്രസ് ഇതിനെ കാണുന്നത്? ഇന്ന് സംസ്ഥാനത്തെ നേതാക്കളൊക്കെ പണം പിരിച്ചായാലും ഇതിനെ നേരിടുമെന്ന് പറയുന്നു. സുപ്രീംകോടതിയെ സമീപിക്കാനാണ് നീക്കം. തിങ്കളാഴ്ചയാണ് നടപടികൾ. താങ്കൾക്ക് എന്താണ് തോന്നുന്നത്? കോടതിയിലൂടെ ഒരു ഇടപെടൽ ഉണ്ടാകും, അതിലൂടെ ഈ തെരഞ്ഞെടുപ്പ് മറികടക്കാനുള്ളൊരു വഴി തെളിയും എന്ന പ്രതീക്ഷയുണ്ടോ? ആദ്യമായിട്ട് ശ്രീ രമേശ് അതുപോലെ തന്നെ എന്റെ സുഹൃത്ത് വാഹിദിനും ഒരു ഈസ്റ്റർ ആശംസകൾ നേരുന്നു. കാരണം ഇന്ത്യ ഒരു ജനാധിപത്യ രാജ്യമായതുകൊണ്ട് ഞായറാഴ്ച അവധിയായിരുന്ന രാജ്യത്ത് മണിപ്പൂരിൽ മാത്രം അവധി പ്രഖ്യാപിക്കാതെ ഈസ്റ്റർ ആയതുകൊണ്ടും ഈസ്റ്റർ അവധി പ്രഖ്യാപിക്കുന്നത് കുറെ കാര്യങ്ങൾ അല്ല തുടക്കത്തിൽ ഞാൻ പറഞ്ഞു. എന്തായിരുന്നാലും ശ്രീ രാജീവ് ചന്ദ്രശേഖരന്റെ കൃപ കൊണ്ട് നമുക്ക് മണിപ്പൂരിൽ ഈസ്റ്റർ അവധി വിഷയത്തിലേക്ക് വരാം. ഞാൻ പറഞ്ഞത് വിഷയത്തിലേക്ക് കിടക്കാം. ഞാൻ വിഷയത്തിലേക്ക് വരാം. അതായത് ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ ശ്രീ മോദിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് വളരെയധികം ഭയപ്പാട് സംഭവിച്ചിരിക്കുന്നു. അതായത് അദ്ദേഹം പ്രതീക്ഷിച്ച ഒരു ഭൂരിപക്ഷമോ അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഭൂരിപക്ഷം കിട്ടുമോ എന്നുള്ള പ്രതീക്ഷ അദ്ദേഹം നഷ്ടപ്പെട്ടിരിക്കുന്നു. അപ്പൊ ഏത് വിധേനയും പ്രതിപക്ഷ മുന്നണിയെ ദുർബലപ്പെടുത്തുക എന്നുള്ള ഒറ്റ ലക്ഷ്യത്തോടു കൂടിയിട്ടാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഈ ഗിമ്മിക്കുകളെല്ലാം. ഇതിനകത്തൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഞാൻ മാഡം നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ 2016 നടന്ന ഒരു വിഷയത്തെ കുറിച്ചാണ്. അന്ന് 199 കോടി രൂപ കോൺഗ്രസിന്റെ അക്കൗണ്ടിൽ വന്നപ്പോൾ അതിൽ 42 ലക്ഷം രൂപ മാത്രം 19 ലക്ഷം രൂപ മാത്രം ആണ് അന്ന് നികുതി അടയ്ക്കാനായിട്ട്, നികുതി കണക്കിൽ കാണിക്കാതിരുന്നതും അതിന്റെ പേര് വിവരം എന്നുള്ളത് കാണിക്കാതിരുന്നതുമായിട്ടുള്ള പൈസ 19 ലക്ഷം രൂപ മാത്രം 199 കോടി രൂപയ്ക്കകത്ത്. അതേസമയം തന്നെ 42 കോടി രൂപയുടെ നികുതി എങ്ങനെ ഇത് വന്നു എന്നുള്ളത് കണക്ക് കാണിക്കാതെ BJPയുടെ ഒരു ചരിത്രം അവിടെ ബാക്കി നിൽക്കുകയാണ്. അതേ തുടർന്ന് 2024 തെരഞ്ഞെടുപ്പിന്റെ കാലത്താണ് ആദ്യമായിട്ട് ഇൻകം ടാക്സ് നോട്ടീസ് കൊടുക്കുന്നത്. ആ നോട്ടീസ് ശരി, അതിന്റെ ചരിത്രം പറഞ്ഞു പോയാൽ ഒരുപാടുണ്ടല്ലോ അജി, നമുക്ക് സമയവും കുറവാണല്ലോ. എന്തായാലും ഒരു കോടതി ഇടപെടൽ ഈ വിഷയത്തിൽ പ്രതീക്ഷിക്കുന്നുണ്ടോ താങ്കൾ? ഇതിലെ യഥാർത്ഥ ലക്ഷ്യം എന്താണ്? ഇവിടെ ഇപ്പം ഇൻകം ടാക്സ് കമ്മീഷണറേറ്റിൽ നമ്മൾ അപ്പീൽ പോകണം. ഇവിടെയൊക്കെ ഇരിക്കുന്നത് ആരാണ്? ഈ സ്ഥലങ്ങളിലും ഈ ഡിപ്പാർട്ട്മെന്റുകളിലൊക്കെ ഇരിക്കുന്ന ആളുകൾ ആരാണ്? അത് ക്ലിയർലി പൊളിറ്റിക്കൽ അപ്പോയിന്റ്മെന്റ്സ് ആണ്. അപ്പൊ നമുക്കറിയാം, ഇന്ന് ഞാനിപ്പം ഒരു വക്കീലായതുകൊണ്ട് കൂടി ഞാൻ പറയുകയാണ്, ഇന്ന് പല ജഡ്ജിമാരും ജോലി രാജിവെച്ചുകൊണ്ട് BJPയിൽ ചേർന്ന് അധികാരത്തിലേക്ക് വരികയാണ്. ആ കാലഘട്ടത്തിലാണ് ഇൻകം ടാക്സ് കമ്മീഷണറേറ്റിൽ നമ്മൾ ഒരു അപ്പീലുമായിട്ട് പോകുന്നത്. അതിനെ തുടർന്ന് അതിന്റെ മേൽ കമ്മീഷണറേറ്റ് അപ്പീൽ പോകണം. അതിനെ തുടർന്ന് ലാസ്റ്റാണ് ഞങ്ങൾ സുപ്രീം കോടതിയിലേക്ക് പോകേണ്ടത്. അപ്പൊ ഇതൊരു ഡിലേ ടാക്ടിക്സ് ആണ്. ഈ വരുന്ന ഏപ്രിൽ 26 കേരളത്തിൽ തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. അതുപോലെ പല സംസ്ഥാനങ്ങളിൽ തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. അപ്പൊ കോൺഗ്രസിനെ അതുപോലെ തന്നെ പ്രതിപക്ഷ മുന്നണിയും വരിഞ്ഞു മുറുക്കുകയും, ഞാൻ ചോദിക്കട്ടെ, ഇത്രയും വലിയൊരു ജനാധിപത്യ രാജ്യത്ത് ഇത്രയും വലിയ ജനാധിപത്യ വിധ്വംസനം നടക്കുന്നു എന്ന് പറയുമ്പോൾ നമുക്ക് അതിശയമാണ്. കാരണം പ്രതിപക്ഷ പാർട്ടികളെ പ്രചരണത്തിന് പോലും പൈസ ഇല്ലാത്ത തരത്തിൽ, പൈസ ചെലവാക്കാൻ
പറ്റാത്ത തരത്തിൽ അവര് വലിഞ്ഞു മുറുക്കുകയും തീർച്ചയായും അവർക്ക് ബാങ്ക് അതാണ് സാഹചര്യം. നമ്മൾ ഒരു വലിയ ജനാധിപത്യ പ്രക്രിയയിലേക്ക് പോകുമ്പോഴും അതാണ് പ്രതിപക്ഷ പാർട്ടികളെ സംബന്ധിച്ച് പറയാനുള്ളത്. ശ്രീ രമേശ് മണിക്കോത്ത്, 370 ഞങ്ങൾ നേടും, ബാക്കി എല്ലാവരും കൂടി 400 തികയ്ക്കും, 400-ന് മുകളിൽ സീറ്റ് കിട്ടും എന്നൊക്കെ പറയുമ്പോൾ അത്രമാത്രം ആത്മവിശ്വാസം ഈ സർക്കാരിന് അതിൻ്റെ തിരിച്ചുവരവിലുണ്ട് എന്നാണ് പ്രതീക്ഷിച്ചിരുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി പല വേദികളിലും 3ാം തവണയും താൻ എത്തും എന്ന കാര്യവും സൂചിപ്പിച്ചിരുന്നു. പക്ഷേ അത്തരമൊരു ആത്മവിശ്വാസം സർക്കാരിനില്ല എന്ന് വേണമോ ഇത്തരം നടപടികളിൽ നിന്ന് മനസ്സിലാക്കാൻ? വെറും തള്ളു മാത്രമായിരുന്നോ? നമസ്തേ, എല്ലാവർക്കും ഈസ്റ്റർ ആശംസകൾ. ഇതിൽ ആദ്യമായി പറയാനുള്ളത്, ഈ വിഷയം എന്താണ്, ഈ വിഷയം എന്നുള്ളത് ഒരു ചെറിയ ഒരു സെക്കൻഡ്, ഒരു മിനിറ്റ് തന്നെ ഞാൻ പറയാം. ഇപ്പൊ കോൺഗ്രസ് എന്നുള്ള ഒരു സംഘടന യാതൊരുവിധ അച്ചടക്കവും ഇല്ലാതെ കുത്തഴിഞ്ഞ ഒരു സംവിധാനമാണ്. കോൺഗ്രസ് എന്താണ് ചെയ്തത്? കോൺഗ്രസ് ഇവിടെ അവരുടെ സാമ്പത്തികമായിട്ടുള്ള ഒരു ഓഡിറ്റിംഗ് അവർ ചെയ്യുന്നില്ല. എല്ലാം വാരിവലിച്ചിട്ട പോലുള്ളൊരു സംവിധാനങ്ങളാണ്. എന്താണ് ഇവർ ചോദിക്കുന്നത്? ഇത് ഓഡിറ്റ് ചെയ്തിട്ടില്ല, കൃത്യമായ രേഖകൾ അവതരിപ്പിച്ചിട്ടില്ല ആദായ നികുതി വകുപ്പിന് എന്ന് കൂടാതെ പല കാര്യങ്ങളും ഇവർ മറച്ചു വെച്ചു എന്നുള്ളതാണ് ഒരു വിഷയം. ഇപ്പൊ കോൺഗ്രസിന് മാത്രമല്ല, CPIക്ക് വന്നിട്ടുണ്ട്, തൃണമൂൽ കോൺഗ്രസിന് വന്നിട്ടുണ്ട്, CPM-ന് വന്നിട്ടില്ല. എന്തുകൊണ്ട് വന്നിട്ടില്ല? കണക്കുകൾ അവതരിപ്പിച്ചാൽ വരില്ല. ശ്രീ രമേശ് മണിക്കോത്ത്, ഇപ്പൊ താങ്കൾ പറഞ്ഞത് സത്യമാണ് എന്ന് ഇരിക്കട്ടെ, വസ്തുതയാണ് എന്ന് തന്നെ ഇരിക്കട്ടെ, കോൺഗ്രസിനെ നന്നാക്കാനുള്ള സമയമാണോ ഇത്? അല്ല, ഇതാരും മാഡം, ഒരു രാജ്യത്ത് ഒരു ഭരണഘടന, ഇപ്പൊ നമ്മുടെ കോൺഗ്രസിന്റെ എല്ലാ പ്രതിനിധികൾ ചാനൽ ചർച്ചയിൽ വന്നിട്ട് പറയുന്നത് BJPയുടെ ഭരണഘടന അട്ടിമറിക്കുന്നു, അത് ചെയ്യുന്നു, ഇത് ചെയ്യുന്നു. ഭരണഘടന പ്രകാരം ചെയ്യേണ്ട കാര്യങ്ങൾ, ഒരു ആദായ നികുതി വകുപ്പിന് കൊടുക്കേണ്ട ഡീറ്റെയിൽസ്, ആ റിട്ടേൺസ് ഡീറ്റെയിൽസ്, രാഷ്ട്രീയ പാർട്ടികൾക്ക് നികുതി കൊടുക്കേണ്ട കാര്യങ്ങൾ. രമേശ്, എവിടെയാണ് ഇതിൽ ഭരണഘടനാ പ്രകാരം? അടിയന്തരാവസ്ഥ കാലത്ത് പോലും, അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം നേതാക്കളെയൊക്കെ ജയിലിൽ നിന്ന് പുറത്തു കൊണ്ടുവന്നതിന് ശേഷമാണ് തെരഞ്ഞെടുപ്പിലേക്ക് രാജ്യം പോകുന്നത്. പക്ഷേ ഇവിടെ നോക്കൂ, പ്രതിപക്ഷ നേതാക്കളെ പിടിച്ച് അകത്തിട്ടിട്ടാണ് തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്നത്. അതിനോടൊപ്പമാണ് രാഷ്ട്രീയ പാർട്ടികളെ പണം ചെലവഴിക്കാൻ പറ്റാത്ത തരത്തിൽ ഈ രീതിയിൽ വരിഞ്ഞു മുറുക്കുന്നത്. അപ്പോൾ ഒരു ഗോതയിലെ മത്സരമാണ് എന്ന് വിചാരിക്കുക. മറ്റുള്ളവരെ കൈയും കാലും കെട്ടിയിട്ടിട്ട് അവിടെ ഗോതയിൽ മത്സരിക്കാൻ ഇറങ്ങുന്നത് പോലെയാണ് ഇറങ്ങി ജയിക്കേണ്ടത്. അല്ല, അടിയന്തരാവസ്ഥക്ക് ആൾക്കാരെ പുറത്തു വിട്ടിട്ടാണ് ഇലക്ഷൻ നടത്തിയത്. ഇപ്പൊ ആരെയൊക്കെയാണ് പിടിച്ചു വെച്ചിരിക്കുന്നത്? ഏതൊക്കെ നേതാക്കന്മാരെയാണ് പിടിച്ചു വെച്ചിരിക്കുന്നത്? അത് അഴിമതി നടത്തിയിട്ടുള്ള കൂട്ടർ, അത് അഴിമതി നടത്തിയിട്ടുള്ള മാത്രമേ പിടിക്കുന്നുള്ളൂ, അല്ലാത്ത കൂട്ടർ പിടിക്കുന്നില്ല. ആരാണ്? കോൺഗ്രസ് എന്താണ് പറഞ്ഞത്? സിസോദിയാണ് അറസ്റ്റ് ചെയ്തപ്പോ കോൺഗ്രസ് എന്താണ് പറഞ്ഞത്? കോൺഗ്രസ് ആദ്യം കേജ്രിവാളിനെ പിടിക്കണ്ടെന്നാണ് പറഞ്ഞത്. ഇപ്പൊ അടുത്ത കാലത്ത് കൂടുതലൊന്നും ആയിട്ടില്ല, ഇതൊക്കെ ജനങ്ങൾ കാണുന്നുണ്ട്. അപ്പൊ വേണ്ടാത്ത ഒരു കാര്യങ്ങളും ഇവിടെ നടക്കുന്നില്ല. ഇത് അടിയന്തരാവസ്ഥ നിങ്ങൾ പറഞ്ഞുണ്ടാക്കുന്നതാണ്. ചില മാധ്യമങ്ങളും ഇവരുടെ പിന്നാലെ ഉണ്ട്. ആര് പറഞ്ഞാലും ജനങ്ങൾക്കറിയാം ഇവിടെ എന്താ നടക്കുന്നത്. അഴിമതിക്കാരെ കൂട്ടുന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. അതേപോലെ തന്നെ ഈ രാഷ്ട്രീയ പാർട്ടികൾക്ക് ഇന്ത്യ മഹാരാജ്യത്ത് എന്തുമാവാം, ഒരു അച്ചടക്കവും ഇല്ല, ഭരണഘടന പാലിക്കണ്ട, ആദായ നികുതി വകുപ്പിന് രേഖകൾ സമർപ്പിക്കണ്ട, ഇതൊക്കെയാണ് ഇവരുടെ രീതി. അത് മാറണം. എല്ലാവരും, എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അത് അംഗീകരിച്ച് നിയമാനുസൃതമായി നീങ്ങണം. മറ്റൊരു കാര്യം ശ്രീ അഖിൽ കുര്യാക്കോസ് പറഞ്ഞത്, ഇവിടെ വളറി പിടിച്ച് BJP തെരഞ്ഞെടുപ്പ്, BJPയുടെ ഇത് കണ്ടിട്ട് BJP ചെയ്യുന്നതാണ്. ഞാൻ ചോദിക്കുന്നത്, ഇന്നേ ദിവസം 10 പേരാണ് BJPയുടെ സ്ഥാനാർത്ഥികൾ തെരഞ്ഞെടുക്കപ്പെട്ടത്. ഒരു നോമിനേഷൻ പോലും കൊടുക്കാൻ കഴിവില്ലാത്തൊരു പാർട്ടിയായി അധപ്പതിച്ചിരിക്കുന്നു. എന്നിട്ട് ഞങ്ങളെ വിത്ത് കുതിര കയറണ്ട, ഞങ്ങളെ കുറ്റം പറയണ്ട. BJP അല്ല, ഇത് നിങ്ങളുടെ കുഴപ്പമാണ്, നിങ്ങളുടെ കഴിവുകേടാണ്, അതിന് ഞങ്ങളെ കുറ്റം പറയണ്ട. ഞങ്ങളെല്ലാം ഇതിന് ഉത്തരവാദി. IT വകുപ്പ് എന്തുകൊണ്ടാണ് ഇത് കണ്ടെത്തിയത്? ഇതുവരെ അങ്ങനെ ഒരു സംവിധാനം ഉണ്ടായിരുന്നില്ല. കാണട്ടെ, എല്ലാവരും പരിശോധിക്കട്ടെ, BJPയുടെ ഒന്നും പരിശോധിക്കട്ടെ, CPM-ന്റെ. പഴക്കമുള്ള കേസുകളിൽ നടപടികളിലേക്ക് നീങ്ങേണ്ടുന്ന ഘട്ടമാണോ ഇത് എന്നതാണല്ലോ ചോദ്യം. നമ്മൾ ഒരു തെരഞ്ഞെടുപ്പിലേക്ക് പോവുകയാണ്. 2 മാസത്തോളം കഴിഞ്ഞാൽ ഈ തെരഞ്ഞെടുപ്പ് പ്രക്രിയ തന്നെ പൂർത്തിയാകും. അതിനുശേഷം ഈ നടപടികളുമായി പോകാമല്ലോ. അതിന് അനുവദിക്കാതെ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് തെരഞ്ഞെടുപ്പ് പ്രചരണം ഈ ചൂട് പിടിച്ചിരിക്കുന്ന ഘട്ടത്തിൽ ഈ നടപടികളിലേക്ക് പോകുന്നത് കൊണ്ടല്ലേ ആ രീതിയിലൊക്കെ ചോദിക്കേണ്ടി വരുന്നത്? ശരി, ഇവരിപ്പം കോൺഗ്രസ് ഇപ്പം ഇതിന് സമർപ്പിച്ചില്ല. കോൺഗ്രസ് എന്താ ചെയ്തത്? ഡൽഹി ഹൈക്കോടതിയിൽ അവർ പെറ്റീഷനായിട്ട് പോയില്ലേ? അവിടുത്തെ ഉണ്ടായിരുന്ന യശ്വന്ത് വർമ്മയും പുരുഷോത്തം കുമാറും എന്താണ് ജഡ്ജിമാർ പറഞ്ഞത്? അവർ പറഞ്ഞു, നിങ്ങൾ അവർക്ക് കീഴ്പ്പെട്ട് അവരുടെ നിയമപരമായ കാര്യങ്ങൾ നീങ്ങണം. ഇപ്പൊ പറയുന്നു സുപ്രീം കോടതിയിൽ പോയിക്കോട്ടെ. ഇത് തെരഞ്ഞെടുപ്പായിട്ട് കൂട്ടിക്കെട്ടണ്ട, ഭരണഘടനാപരമായ ബാധ്യതകൾ അവർ നിറവേറ്റുകയാണ്. ശരി ശരി. ശ്രീ വാഹിദ്, ഇവിടെ ഇപ്പോൾ ചൂണ്ടിക്കാട്ടി കോടതിയെ സമീപിച്ചു, പക്ഷെ കോടതിയിൽ നിന്ന് അനുകൂല നടപടി ഉണ്ടായില്ല. അപ്പോൾ ഏജൻസികൾ അല്ലെങ്കിൽ അന്വേഷണ സംവിധാനങ്ങൾ, ആദായ നികുതി
തെരഞ്ഞെടുപ്പ് അവരുടെ നടപടികളുമായി മുന്നോട്ട് പോകുന്നു. അങ്ങനെ സ്വാഭാവിക നടപടികളാണ് ഉണ്ടാകുന്നതെന്ന് അദ്ദേഹം വാദിക്കുന്നു. അപ്പോൾ നമ്മൾക്ക് ഒരു സാധാരണ പൗരന് പോലും നോക്കിക്കാണുമ്പോൾ തെരഞ്ഞെടുപ്പ് കാലത്ത് ഇങ്ങനെ വേണമോ, ഇത് അനീതിയല്ലേ എന്ന് തോന്നുന്ന വിഷയത്തിൽ പക്ഷേ കോടതി ആ നിലയിലുള്ള ഒരു സമീപനം സ്വീകരിക്കുന്നില്ല എന്ന് നമുക്ക് കാണാം. ഒപ്പം തന്നെ ഇവിടെ തെരഞ്ഞെടുപ്പ് രംഗത്ത് എങ്ങനെയൊക്കെ പെരുമാറണം, ഏതൊക്കെ രീതിയിൽ പ്രവർത്തിക്കണം എന്നതിന് വ്യക്തമായ വ്യവസ്ഥകളുണ്ട്. പക്ഷേ ഈ രീതിയിലൊക്കെ പ്രതിപക്ഷ പാർട്ടികളെ ഏജൻസികൾ വരിഞ്ഞു മുറുക്കുമ്പോൾ, നേതാക്കളെ അറസ്റ്റ് ചെയ്ത് അകത്താക്കുമ്പോൾ പോലും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആ വിഷയങ്ങളിലൊന്നും ഇടപെടുന്നില്ലേ, അല്ലെങ്കിൽ അതിനുള്ള സാധുത കമ്മീഷനില്ലേ തുടങ്ങിയ ചോദ്യങ്ങൾ കൂടി ഉയരുകയാണല്ലോ. അപ്പോൾ എന്താണ് നിങ്ങൾക്ക് ഈ വിഷയത്തിൽ കാണാനുള്ളത്? ഇത് സാധാരണ നടപടികൾ ഇപ്പോൾ രമേശ് ചൂണ്ടിക്കാട്ടിയതുപോലെ നടക്കുന്നു എന്നതാണോ, അതോ PBക്കും സംസ്ഥാന സെക്രട്ടേറിയറ്റിനും എല്ലാ വിഷയത്തിലും എന്നതുപോലെ രണ്ട് നിലപാടുണ്ടോ? ജനാധിപത്യത്തിന്റെ പരീക്ഷണശാലയാണ് ഇന്ത്യ. അങ്ങനെ ലോകത്ത് ജനാധിപത്യ രാജ്യമെന്ന് അഭിമാനിക്കുന്ന നമുക്ക് ലോക രാഷ്ട്രങ്ങൾ തന്നെ ഇന്ത്യയിൽ നടക്കുന്ന ജനാധിപത്യ വിധ്വംസക പ്രവർത്തനത്തിൽ ആശങ്കപ്പെടുന്ന ഒരു അവസ്ഥ ഉണ്ടാകുകയാണ്. ഇപ്പോ ഐക്യരാഷ്ട്രസഭ, ഈ ജർമ്മനി ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ, ഏതെല്ലാം രാജ്യങ്ങളാണ് ഇന്ത്യയിൽ സ്വതന്ത്രമായ തെരഞ്ഞെടുപ്പ് നടക്കപ്പെടുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു എന്ന് പറയേണ്ട രീതിയിൽ ഇന്ത്യയുടെ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല. ഇന്ത്യയിൽ അടിയന്തരാവസ്ഥ കാലഘട്ടത്തിൽ ലോകത്ത് തീർച്ചയായിട്ടും അന്നുണ്ടായ ഒരു ജനാധിപത്യ വിരുദ്ധ പ്രവൃത്തി, അത് തീർച്ചയായിട്ടും ഇന്ത്യൻ ജനത അത് അതേപോലെ കടലിൽ തള്ളിയതാണ്. എന്തായാലും അതിനേക്കാളും ഭീകരമായ അവസ്ഥയാണ് ലോകരാഷ്ട്രങ്ങൾക്ക് മുമ്പിൽ. അങ്ങനെ RSSന് ഈ രാജ്യത്തെ അവർക്ക് സ്ത്രീധനം കിട്ടിയതുപോലെ അങ്ങനെ അങ്ങോട്ട് ചെയ്ത് കൂട്ടാം എന്നുള്ളത് ധാരണ അതുണ്ടെങ്കിൽ അത് മിഥ്യാധാരണയാണ്. നിങ്ങൾക്ക് കഴിയില്ല. വളരെ വിനയപൂർവ്വം പറയുന്നു, ഈ രാജ്യത്തെ ശിഥിലമാക്കാൻ RSSന് കഴിയില്ല. ഈ രാജ്യത്തിലെ ജനാധിപത്യത്തെ തകർക്കാൻ RSS ശ്രമിച്ചാൽ നടക്കില്ല. ഇന്ത്യയിലുള്ള മുഴുവൻ മതേതരവാദികളും ജനാധിപത്യവാദികളും ഒന്നിച്ചു നിൽക്കും ഇക്കാര്യത്തിൽ. കാരണം ഇത് കോൺഗ്രസ്, തീർച്ചയായിട്ടും കോൺഗ്രസ് ഉൾപ്പെടെയുള്ള കോൺഗ്രസിന്റെ, നമുക്കറിയാം കോൺഗ്രസിന്റെ ഒരു രാഷ്ട്രീയം, അതിന്റെ ധനാഗമന മാർഗം, അതൊക്കെ തന്നെ വസ്തുതയാണ് എന്നുള്ളത് ശരിയാണ്. അതെല്ലാം പരിശോധിക്കപ്പെടേണ്ടതാണ്. പക്ഷെ നിങ്ങൾ എവിടെ എപ്പോൾ പരിശോധിക്കുന്നു എന്നുള്ളതാണ്. തെരഞ്ഞെടുപ്പിന്റെ തലേ ദിവസം ഒരു പ്രധാനപ്പെട്ട രാഷ്ട്രീയ കക്ഷിയുടെ മുഖ്യമന്ത്രിയെ കൊണ്ടുപോയിട്ട് ജയിലിലിട്ടിരിക്കുകയാണ്. എന്നിട്ട് പറയുന്ന കാരണം മാപ്പുസാക്ഷിയാക്കപ്പെട്ട ആളുടെ മൊഴിയുണ്ട് എന്നുള്ളതാണ്. ഈ മാപ്പുസാക്ഷിയാക്കപ്പെട്ട ആൾ എങ്ങനെ മാപ്പുസാക്ഷിയായി? അയാളെ പ്രതിയായി അറസ്റ്റ് ചെയ്ത് BJPക്ക് കോഴ കൊടുത്ത്, ബോണ്ട് എന്ന പേരിൽ കോഴ, ലോകത്തെ ഏറ്റവും വലിയ കൊള്ള നടത്തിയ സംഘമാണ് BJP സംഘം. എനിക്ക് തോന്നുന്നു ഇന്ത്യയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ കൊള്ളയാണ് നടത്തിയിരിക്കുന്നത്. ആ കൊള്ളക്കെതിരെ ജനത പ്രതികരിക്കുമെന്ന് കണ്ടപ്പോ അതിൽ നിന്നെല്ലാം എങ്ങനെ ഇലക്ട്രൽ ബോണ്ടൽ എന്ന് പറഞ്ഞ, എനിക്ക് തോന്നുന്നു ലോകത്ത് ഇത്രയും വലിയ അഴിമതി നടന്നിട്ടുണ്ടാവില്ല. കാരണം ഓരോ ആളുകളെയും, ഓരോ വ്യവസായികളെയും ഭീഷണിപ്പെടുത്തുക, അവരെ അറസ്റ്റ് ചെയ്യുക, ജയിലിലിടുക, എന്നിട്ട് കോടികൾ മേടിക്കുക. അവരെ അറസ്റ്റ് ചെയ്ത 5 ദിവസത്തിനുള്ളിൽ പിന്നീട് 50 കോടിയും 100 കോടിയും ഒക്കെ BJPയുടെ ഇലക്ട്രൽ ബോണ്ടിലേക്ക് അവർ സംഭാവന ചെയ്യാണ്. എന്തൊരു ത്യാഗത്തിലാ! അതുവരെ ഇല്ലാതിരുന്ന ത്യാഗ സ്നേഹമാണ് ഇന്ത്യയെ വിറ്റത് മുഴുവൻ. ഇന്ത്യയിലുള്ള മുഴുവൻ പൊതുമേഖലാ സ്ഥാപനങ്ങൾ വിറ്റിട്ട് സ്വകാര്യ കമ്പനികൾക്ക് കൊടുത്ത് ആ സ്വകാര്യ കമ്പനികൾ മുഴുവൻ ഈ കൊള്ളസംഘത്തിന് വലിയ കൊള്ള മുതൽ നൽകിയിരിക്കുകയാണ്. ഇത്തരത്തിലൊരു വലിയ കൊള്ള സംഘമായി RSS നിയന്ത്രിത BJP സർക്കാർ വന്നിരിക്കുന്നു എന്നുള്ളത് രാജ്യത്തെ അവഹേളിക്കലാണ് ലോകത്തിന് മുമ്പിൽ. അതാണ് ഞാൻ പറഞ്ഞത്, ഐക്യരാഷ്ട്രസഭയ്ക്ക് പോലും ഈ ആശങ്ക വരുന്ന രൂപത്തിലേക്ക് ഇന്ത്യയുടെ ജനാധിപത്യത്തിൽ, നമ്മുടെ അടുത്തുള്ള രാജ്യങ്ങളിലൊക്കെ തന്നെ ജനാധിപത്യമായി ഇത്തരത്തിൽ മിലിറ്ററിയും എല്ലാം ഇടപെടുകയും ഇത്തരം ജനാധിപത്യ വിധ്വംസക പ്രവർത്തനം നടക്കുമ്പോൾ ലോകരാഷ്ട്രങ്ങൾ ഇടപെടാറുണ്ട്. ഇന്ത്യയിൽ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇത്തരത്തിൽ ലോകരാഷ്ട്രങ്ങൾക്ക് ആശങ്ക പ്രകടിപ്പിക്കേണ്ടി വരുന്നത്. ഇത് നല്ലതല്ല. തീർച്ചയായിട്ടും ഇന്ത്യയിലെ ഒരു സംസ്ഥാനത്തെ മനുഷ്യരെ നരഹത്യ നടത്തിയതിന്റെ പേരിൽ ഒരു പ്രാവശ്യം ആഗോള സമൂഹം ഒറ്റപ്പെടുത്ത വ്യക്തിയാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി. അത്തരം ഒരു വ്യക്തി ആയിരിക്കുമ്പോൾ തീർച്ചയായിട്ടും അദ്ദേഹത്തെ സംബന്ധിച്ച് അദ്ദേഹം ഏത് പ്രാകൃത, കാരണം ഇതൊരു പ്രാകൃത ചിന്താഗതിയാണല്ലോ അദ്ദേഹത്തിൻ്റെത്, ആ പ്രാകൃത ആശയം വെച്ചുകൊണ്ട് എന്തും ചെയ്തേക്കാം. ആ ചെയ്യലുകളെ പരാജയപ്പെടുത്താനുള്ള ശേഷി ഇന്ത്യയുടെ ജനാധിപത്യത്തിനുണ്ട് എന്നുള്ളതാണ് വസ്തുത. അതുകൊണ്ട് തീർച്ചയായിട്ടും ഇവർ എന്ത് ശ്രമിച്ചാലും, ഈ BJPയുടെ എല്ലാ പ്രതിപക്ഷ കക്ഷികളെ മുഴുവൻ നിങ്ങൾ ജയിലിൽ അടച്ചാലും, നിങ്ങൾ ധരിക്കുന്നത് ഇങ്ങനെ എല്ലാവരും ജയിലിൽ അടച്ചുകൊണ്ട് നിങ്ങൾ ശക്തിപ്പെടുമെന്നാണ്. മറിച്ച് നിങ്ങൾക്ക് ലഭിക്കാനുള്ള
ശരി ശരി അതെ മറുപടി പറയാൻ അവസരം തരുമോ മാഡം? അതെ, രമേശിലേക്ക് തന്നെയാണ് ഞാൻ വരുന്നത്. രമേശ്, ഇവിടെ ഇപ്പോൾ ചൂണ്ടിക്കാട്ടിയതുപോലെ UN ഫ്രീ ആൻഡ് ഫെയർ ഇലക്ഷൻ ഇവിടെ ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കുന്നു, അങ്ങനെ ഒരു അറ്റ്മോസ്ഫിയറിൽ ആളുകൾക്ക് വോട്ട് ചെയ്യാൻ കഴിയും എന്ന് പ്രതീക്ഷിക്കുന്നു എന്ന പരാമർശം UN ഭാഗത്തു നിന്നും ഉണ്ടാകുന്ന ഒരു സാഹചര്യം പോലും ഉണ്ട്. അപ്പോൾ ലോകം തന്നെ നമ്മുടെ രാജ്യത്ത് നടക്കുന്ന ഈ ജനാധിപത്യ പ്രക്രിയയെ ഉറ്റുനോക്കുന്ന സമയത്താണ് ഈ രീതിയിലുള്ള ഹിതകരമല്ലാത്ത കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. പ്രതിപക്ഷ പാർട്ടികളെ ഓരോന്നായും തെരഞ്ഞുപിടിച്ച് ഈ രീതിയിൽ നടപടികളിലേക്ക് നയിക്കുന്നത്. ഏറ്റവും ഒടുവിൽ ഇപ്പോൾ DK ശിവകുമാറിന് ഈ ആദായ നികുതി വകുപ്പിന്റെ നോട്ടീസ് ലഭിച്ചു എന്ന കാര്യമാണ് പറയുന്നത്. ഏത് കേസ്, പഴയ കേസ്, കോടതിയിൽ സെറ്റിലായ കേസ് എന്നതാണ് DK അക്കാര്യത്തിൽ പ്രതികരിച്ചിരിക്കുന്നത്. അപ്പോൾ അത്തരം നടപടികൾ തുടർന്നുകൊണ്ട് ഒരു തെരഞ്ഞെടുപ്പ് പ്രക്രിയ പൂർത്തിയാക്കിയാൽ അത് ജനാധിപത്യ പ്രക്രിയയുടെ വിജയമായിട്ടോ അല്ലെങ്കിൽ നേരാം വിധത്തിലുള്ള ഒരു റിസൾട്ടായിട്ടോ നമുക്ക് കരുതാൻ കഴിയുമോ? ഇതില് CPM-ന്റെ പ്രതിനിധി പറഞ്ഞതിന് ഒരു മറുപടി പറയേണ്ടിയിരിക്കുന്നു. അദ്ദേഹം പറഞ്ഞത് ഇവിടെ ഈ രാജ്യത്ത് നടക്കുന്ന കാര്യങ്ങൾ കണ്ടിട്ട് ലോക രാഷ്ട്രങ്ങൾ ആകെ ഇതാക്കിയിരിക്കുകയാണ്. ജർമ്മനി, അമേരിക്ക. ജർമ്മനിക്കും അമേരിക്കക്കും ഇന്ത്യയിലെ ഇന്റേണലി എന്ത് കാര്യം? ഒരു മിനിറ്റ് എന്നെ പറയാൻ ഒതുക്കോ, ഞാൻ ഒന്ന് പറഞ്ഞ് അവസാനിപ്പിച്ചോട്ടെ. അപ്പൊ ജർമ്മനിക്കും ഇവർക്കും എന്താണ് ഇൻട്രസ്റ്റ് ഇന്ത്യയിൽ? ജർമ്മനി അതിൽ ഇപ്പൊ ബാക്ക് ഔട്ട് ആയി എങ്കിൽ കൂടിയും ഞാൻ ചോദിക്കുന്നത്, ഒരു കേന്ദ്രഭരണ പ്രദേശമാണ് ഡൽഹി, അതിലൊരു മുഖ്യമന്ത്രിയാണ് ഇദ്ദേഹം കേജ്രിവാൾ. ഞാൻ ചോദിക്കുന്നു, ഇതിനു മുന്നേ എത്ര മുഖ്യമന്ത്രിമാർ ഇവിടെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്? ഇതിന് കുറച്ചു മുന്നേ നമ്മുടെ ചന്ദ്രബാബു നായിഡുവിനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിനു മുന്നേ ഏറ്റവും വലിയ ശക്തനായ ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ഏറ്റവും വലിയ ശക്തനായ ലാലു പ്രസാദ് യാദവിനെ അറസ്റ്റ് ചെയ്തിട്ടില്ലേ? അപ്പോഴൊന്നും ഇല്ലാത്ത ഒരു വികാരം ഈ രാഷ്ട്രങ്ങൾക്ക് ഉണ്ടാകുന്ന തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്ന സമയത്താണോ ഇവര് ആരെങ്കിലും അറസ്റ്റിലായത്? ശ്രീ രമേശ്, തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്ന ഘട്ടമായിരുന്നോ ഇവർ അറസ്റ്റിലായത്? ഇത് തെരഞ്ഞെടുപ്പായിട്ടല്ല അവർ കൂട്ടിക്കൊടുക്കുന്നത്. അവരുടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ കേജ്രിവാൾ എന്നുള്ളതാണ് വിഷയം. കേജ്രിവാളിനെ അറസ്റ്റ് ചെയ്ത് അത് നിങ്ങൾ തെരഞ്ഞെടുപ്പിന് മുന്നേ ആയാലും പിന്നെ ആയാലും ഈ രാജ്യങ്ങൾ വരും. കാരണം ഇന്ത്യ സാമ്പത്തികമായി മുന്നോട്ട് പോകാൻ തീരെ താല്പര്യമില്ലാത്ത രാജ്യങ്ങളാണ്. ഇവർ നമ്മുടെ ഫ്രണ്ടാണ്, സുഹൃത്താണെന്നൊക്കെ ഭാവിക്കുന്നെങ്കിലും മനസ്സുകൊണ്ട് ഇവർ നമുക്ക് എതിരാണ്. ഇന്ത്യ മഹാരാജ്യം ഒരു കാലത്ത് ഒന്നാമൻ പാടില്ല, സാമ്പത്തിക ശക്തിയാവാൻ പാടില്ല എന്നുള്ളത് കൊണ്ട് ഇവർ ഇതിന്റെ പിന്നാമ്പറ ചരട് കളിക്കുകയാണ്. പിന്നെ വേറൊന്നും CPM പറഞ്ഞല്ലോ, RSSന്റെ സീതനം കിട്ടിയല്ല. CPM-നും സീതനം കിട്ടിയൊന്നല്ല, നമ്മൾ പിന്നാമ്പറത്തുകൂടെ വന്നൊന്നല്ല, ജനങ്ങൾ തെരഞ്ഞെടുത്ത് വന്നു തന്നെയാണ്. ജനങ്ങളുടെ മുന്നിൽ തന്നെയാണ് നമ്മൾ പോകുന്നത്. നിങ്ങളെല്ലാം കൃത്യമായി ചെയ്യുന്ന ആളുകളാണ്, നിയമത്തിന്റെ വഴിക്കാണെന്ന് എന്ന് പറയുമ്പോൾ പോലും നിങ്ങൾക്കൊപ്പം ചേർന്നവർക്കെതിരെ പിന്നീട് നടപടികൾ ഉണ്ടാകുന്നില്ല എന്നൊരു സാഹചര്യം കൂടി ഉണ്ടല്ലോ. നിങ്ങൾക്കൊപ്പം ചേർന്നില്ലെങ്കിൽ അന്വേഷണ ഏജൻസികളെ വിട്ട് വേട്ടയാടി കളയും എന്നതാണ്. ഇന്ന് പവൻ ഖേര നടത്തിയ വാർത്താ സമ്മേളനം താങ്കൾ ശ്രദ്ധിച്ചിരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. മോദി വാഷിംഗ് മെഷീൻ അവതരിപ്പിക്കുകയുണ്ടായി. അതിൽ ഇട്ട് വെളുപ്പിച്ചാൽ ഒരു കറയുണ്ടാകില്ല, അല്ലെങ്കിൽ അവരെല്ലാം തെറ്റുകാരാണ്, അവരെതാ ഇതുപോലെ വേട്ടയാടും. മാഡം, DK ശിവകുമാർ പോലുള്ള ആൾക്കാർ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ഇന്ത്യ മഹാരാജ്യം ചെയ്ത് എന്താണെന്ന് എല്ലാവർക്കും അറിയാം. അത് വീണ്ടും വീണ്ടും പറഞ്ഞ നമ്മുടെ സമയം കളയേണ്ട കാര്യമില്ല. തെറ്റ് ചെയ്തവർ അവർ നേരിടട്ടെ. പിന്നെ വേറൊരു കാര്യം, ഇവർ പറയുന്നത് BJP-യിൽ ചേർന്നാൽ എല്ലാം കഴിഞ്ഞു. ഞാൻ ചോദിക്കുന്നത്, വെസ്റ്റ് ബംഗാളിൽ ഇവിടുത്തെ ആരും പറയട്ടെ, ഇവിടുത്തെ അവധിയിലൊന്നുമല്ലല്ലോ. ഇവർക്ക് നിയമപരമായി പോകാൻ അവർക്കെതിരെ ഇപ്പൊ എനിക്കെതിരെ ഒരു ആരോപണം ഉണ്ടായി. ഞാൻ BJP ചേർന്നപ്പോ ഇല്ലാതായി. പോകാനോ അജയ് കുര്യാക്കോസിൽ കോടതി പോലോ, കോടതിയിൽ ചോദ്യം ചെയ്യാലോ, ആരും അതിന് തടസ്സം പറയുന്നില്ലല്ലോ. അപ്പൊ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ മുട്ട് ന്യായങ്ങൾ പറഞ്ഞ് ജനങ്ങളെ വഞ്ചിക്കാൻ നോക്കാണ്. ഇതൊന്നും ജനങ്ങൾ വില പോവില്ല, അതിന് ജനങ്ങൾ തള്ളിക്കളിയുമെന്നാണ് എനിക്ക് പറയുന്നത്. ശ്രീ രമേശ് മണിക്കോത്ത്, ഇത് ഒരാളുടെ കേസിലല്ല. പ്രഫുൽ പട്ടേലിന്റെ കാര്യം നമുക്കറിയാം, സുവേന്ദു അധികാരിയുടെ അറിയാം, അങ്ങനെ എത്ര പേര്, അശോക് ചവാന്റെ കാര്യം അറിയാം. അങ്ങനെ എത്ര പേരാണ് BJP-യിൽ ചേർന്നതിലൂടെ അവരുടെ നടപടികളിൽ നിന്ന് വിട്ടുപോയത്. അപ്പോൾ അതാണ് നിങ്ങളുടെ ലക്ഷ്യം. നിങ്ങൾക്കൊപ്പം ചേർന്നില്ലെങ്കിൽ വേട്ടയാടും എന്നതാണ് രാജ്യത്തെ സാഹചര്യം. അതുകൊണ്ടാണ് ഇത്രയധികം വിമർശനം. ഞങ്ങൾക്ക് അങ്ങനെ രാഷ്ട്രീയ നിലപാടൊന്നുമില്ല മാഡം. അങ്ങനെ രാഷ്ട്രീയ നിലപാട് സ്വീകരിക്കുന്നില്ല ഞങ്ങൾ. ഇതൊക്കെ ഇവിടെ പ്രചണ്ഡമായ ഒരു പ്രചരണം നടത്തിയിട്ട് അങ്ങനെ ഒരു നറേറ്റീവ് ഉണ്ടാക്കുകയാണ്. ഇതിലൊന്നും ജനങ്ങൾ വീഴില്ല. ജനങ്ങൾക്കറിയാം, കഴിഞ്ഞ 10 വർഷത്തെ ഇവിടുത്തെ വികസനമാണ് ജനങ്ങൾ നോക്കിക്കാണുന്നത്. ഇതൊന്നുമല്ല. ഇത് പിന്നെ ജർമ്മനി പോലുള്ള, അതേപോലെ അമേരിക്ക പോലുള്ള, CAA പോലുള്ള ആൾക്കാർ ഇതിന്റെ പിന്നാലെ ഉണ്ട്. അവർക്ക് താല്പര്യങ്ങളുണ്ട്. അതിന് കൊടി പിടിക്കുകയാണ് ഇവിടുത്തെ ചില രാഷ്ട്രീയ പാർട്ടികൾ. എല്ലാവരും ഇല്ല, ചില രാഷ്ട്രീയ പാർട്ടി. ശ്രീ അജയ് കുര്യാക്കോസ്,
നാളെ ഇപ്പോൾ വലിയ പ്രതിഷേധം ഡൽഹിയിൽ അരങ്ങേറാൻ പോകുന്നു ഇന്ത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ. അത് വ്യക്തി കേന്ദ്രീകൃതമല്ല എന്ന കാര്യം സൂചിപ്പിക്കുന്നുണ്ട് കോൺഗ്രസ്. നേരത്തെ നമുക്കറിയാം അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റോടുകൂടി ഇന്ത്യ മുന്നണി വലിയ രീതിയിൽ ഒരു ഐക്യപ്പെടൽ ഇന്ത്യ മുന്നണിയിലെ ഘടകകക്ഷികൾക്കിടയിൽ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ AAPയെ സംബന്ധിച്ച് കെജ്രിവാളിന്റെ വിഷയം ഹൈലൈറ്റ് ചെയ്യണമെന്ന ഒരു ആഗ്രഹം അവരെ സംബന്ധിച്ചുണ്ട്. പക്ഷേ കോൺഗ്രസിനെ സംബന്ധിച്ച് കോൺഗ്രസ് നേരിടുന്ന പ്രതിസന്ധി കൂടി ഉയർത്തിക്കൊണ്ടുവരണം എന്നതാണ്. അപ്പോൾ ഇത് കൂടുതൽ ഐക്യപ്പെടുത്തുമോ ഇന്ത്യ മുന്നണിയിലെ കക്ഷികളെ, അതോ ഇനി കൂടുതൽ റിഫ്റ്റിലേക്ക് പോകാനുള്ള സാധ്യതയാണോ? എങ്ങനെയാണ് താങ്കൾ അതിനെ കാണുന്നത്? ആദ്യം തന്നെ പറഞ്ഞോട്ടെ, ഈ ഒരു വിഷയത്തിൽ നമ്മുടെ കോടതികളിലൊക്കെ ഈ പ്രതിക്ക് കൂടുതൽ പറയാൻ ഒരു അവസരം കിട്ടുന്നു എന്നുള്ളത് പോലെ തന്നെയാണ് ശ്രീ രമേശ് ജി ഇത്ര നേരം ഘോരം പ്രസംഗിച്ചു. ഒരു കാര്യം പറയട്ടെ, അദ്ദേഹം പറഞ്ഞു കോൺഗ്രസ് ഒരു കുത്തഴിഞ്ഞ പുസ്തകമാണെന്ന്. എന്നെ സംബന്ധിച്ച് BJP എന്ന് പറയുന്നത് പേജ് നമ്പർ കുത്തിക്കെട്ടിയ ഒരു പുസ്തകമാണ്. കാരണം ഈ പേജ് നമ്പറുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റി മാറ്റി കുത്തിക്കെട്ടിയ ഒരു പുസ്തകമാണ് BJP. 2016 BJP കോൺഗ്രസിനോടൊപ്പം തന്നെ BJP 41 കോടി രൂപയുടെ കണക്കുകൾ അവതരിപ്പിച്ചില്ല. നിങ്ങൾ നേരത്തെ പറഞ്ഞല്ലോ, കണക്ക് അവതരിപ്പിച്ചില്ല. അതിന്റെ സാങ്കത്യ കണക്ക് അവതരിപ്പിക്കാനുള്ള വൈദഗ്ധ്യമില്ല കോൺഗ്രസിനൊക്കെ. നിങ്ങളും അവതരിപ്പിച്ചില്ലല്ലോ. ഇന്ന് ആ കണക്കെടുക്കുകയാണെങ്കിൽ 4600 കോടി രൂപയാണ് എന്നാണ് വിദഗ്ധന്മാർ പറയുന്നത് ഇന്ന് BJP കൊടുക്കാനുള്ളത്. അതിനൊരു നോട്ടീസ് പോലും നിങ്ങൾക്ക് കിട്ടിയല്ലോ. അപ്പൊ ഇവിടെയാണ് ഡ്യുവൽ ജസ്റ്റിസ് എന്ന് പറയുന്നത്. ഒരാൾക്ക് ഒരു നീതി, മറ്റൊരാൾക്ക് വേറൊരു നീതി. അതല്ലേ ഒരു ചരിത്രം? ഇതൊരു ജനാധിപത്യ രാജ്യമല്ലേ? അപ്പൊ താങ്കൾ ഘോരം അല്ല, ഞാൻ പറഞ്ഞു കഴിയട്ടെ, ഇത് താങ്കൾക്ക് പറയാനുള്ള അവസരം കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഘോരം നിങ്ങൾ സംസാരിച്ചു കഴിഞ്ഞല്ലോ രമേശ്. ഈ ഘോരം സംസാരിക്കുമ്പോൾ സ്വന്തം തെറ്റ് മറച്ചു വെച്ചുകൊണ്ടല്ലേ സംസാരിക്കുന്നത്? കോൺഗ്രസ് എന്ന് പറയുന്ന പ്രസ്ഥാനത്തെ അതല്ലെങ്കിൽ പ്രതിപക്ഷത്തെ മുഴുവനായിക്കൊണ്ട് ഇത്തരത്തിൽ പല തരത്തിൽ നേരത്തെ മാഡം സൂചിപ്പിച്ചതുപോലെ തന്നെ കെജ്രിവാൾ ആയാലും ശരി, ഹേമന്ത് സോറൻ ആയാലും ശരി, DK ശിവകുമാർ ആയാലും ശരി, ഇൻഡിവിജ്വലി നിങ്ങൾ അവരെ എല്ലാം കൂട്ടിക്കൊണ്ട് അവരെല്ലാം ഏതെങ്കിലും തരത്തിൽ കള്ളക്കേസുകൾ എടുത്തുകൊണ്ട് കള്ള നടപടികൾ എടുത്തുകൊണ്ട് കോൺഗ്രസിനെ നിങ്ങൾ ആലോചിച്ചു 8 ബാങ്ക് അക്കൗണ്ടുകളാണ് കോൺഗ്രസിനെ മരവിപ്പിച്ചത്. 8 ബാങ്ക് അക്കൗണ്ടുകൾ. ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ ആളോഹരി വിജയം എടുക്കുകയാണെങ്കിൽ BDJS പോലും കേരളത്തിൽ എത്ര ലക്ഷക്കണക്കിന് പോസ്റ്ററുകളാണ് അടിച്ചിറക്കിയത്. ഒരു സാധാരണക്കാരനായ ഒരു കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് പോസ്റ്റർ അടിക്കാൻ പോലും കാശ് കൊടുക്കാത്ത രീതിയിൽ താങ്കൾ ഈ തെരഞ്ഞെടുപ്പിൽ താങ്കളുടെ പാർട്ടി RSS ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിപക്ഷ സ്ഥാനാർത്ഥികളെ വരിഞ്ഞു മുറുക്കുമ്പോൾ ഇതിനു മുമ്പ് നമ്മൾ കണ്ടിട്ടുള്ള ഹിറ്റ്ലറും മുസോളിനിയും അതുപോലെ നോർത്ത് കൊറിയയിലെ ഒരേ ഒരു തെരഞ്ഞെടുപ്പ്, ഒരേ ഒരു സ്ഥാനാർത്ഥി, ഒരേ ഒരു നേതാവ്, ഒരേ ഒരു തെരഞ്ഞെടുപ്പ്, ഒരേ ഒരു വ്യക്തി മാത്രമേ ജയിക്കുള്ളൂ. ഇതേ അവസ്ഥ തന്നെയാണ് ഇപ്പൊ ഇന്ത്യയിൽ വന്നുകൊണ്ടിരിക്കുന്നത്. ഒരേ ഒരു നേതാവ്. വാഷിംഗ് മെഷീൻ എന്ന് പറഞ്ഞല്ലോ, നേരത്തെ മാഡം സൂചിപ്പിച്ചു. വാഷിംഗ് മെഷീൻ മാത്രമല്ല, പവൻ ഖേരയുടെ പത്രസമ്മേളനത്തിൽ വാഷിംഗ് പൗഡർ കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. വാഷിംഗ് മെഷീനും വാഷിംഗ് പൗഡറും. പ്രഫുൽ പട്ടേൽ എന്ന് പറയുന്ന വ്യക്തിയെ കുറിച്ച് താങ്കൾക്കറിയാലോ. ശരി അജി, ഞാൻ ചോദിച്ചത് ഇന്ത്യ മുന്നണിയെ കുറിച്ചാണല്ലോ. അജിക്ക് ഒരുപാട് ഈ കാര്യത്തിൽ പറയാനുണ്ടാകും. എങ്കിൽ പോലും ഇന്ത്യ മുന്നണിയിൽ എങ്ങനെയാണ് ഇത് യോജിപ്പിന്റെ പാത തുറക്കുമോ അതോ കൂടുതൽ ഡ്രിഫ്റ്റിലേക്ക് പോകുമോ എന്നതായിരുന്നു ഞാൻ ചോദിച്ചത്. നിങ്ങൾ ഇവിടെ കേരളത്തിൽ ED വരുന്നില്ല, പിടിക്കുന്നില്ല, മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ കയറുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നിങ്ങൾക്കും പലതരത്തിലുള്ള നിലപാടുകൾ ഈ കാര്യത്തിലുണ്ട്. മാഡം, ഇന്ത്യ മുന്നണി എന്ന് പറയുന്നത് പ്രതിപക്ഷ ഐക്യ മുന്നണിയെ കുറിച്ചാണ് സംസാരിക്കുന്നത്. ഈ പ്രതിപക്ഷ ഐക്യ മുന്നണിയെ ദുർബലപ്പെടുത്തുക എന്നുള്ളതാണല്ലോ BJP RSS നേതൃത്വത്തിന്റെ ഏറ്റവും മുഖ്യമായ അജണ്ട. അവിടെയാണ് ഞങ്ങൾ സംസാരിച്ചു വരുന്നത്. പ്രതിപക്ഷ മുന്നണിയെ ഇപ്പൊ നാളെ ഈസ്റ്റർ ദിനത്തിൽ രാംലീല മൈതാനത്ത് നടക്കാൻ പോകുന്ന ബഹുജന റാലി, പ്രതിപക്ഷത്തിന്റെ എല്ലാ പ്രതിപക്ഷ മുന്നണികളും ചേർന്ന് നടക്കുന്ന ബഹുജൻ റാലി, ഇത് എന്തിനു വേണ്ടിയിട്ടാണ്? അത് കെജ്രിവാളിനെയോ DK ശിവകുമാറിനെയോ കോൺഗ്രസിനോ വേണ്ടി മാത്രമല്ല, ഇന്ത്യയുടെ ജനാധിപത്യം സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ആ റാലി കാണാൻ നമുക്ക് നാളത്തോടു കൂടി ഏപ്രിൽ 1-ാം തീയതി മുതൽ നമുക്ക് കാണാൻ സാധിക്കും. എന്തുകൊണ്ടാണ് ജനങ്ങളെല്ലാം ഇത്തരത്തിൽ BJP എതിർക്കുന്നത്? എന്തുകൊണ്ടാണ് പ്രതിപക്ഷത്തെ നോട്ടമിട്ടുകൊണ്ട് എല്ലാ മേഖലകളിലും പ്രതിപക്ഷത്തെ വട്ടമിട്ട് പിടിച്ചുകൊണ്ട് എല്ലാ ഡിപ്പാർട്ട്മെന്റുകളും മോഡിജിയുടെ കൈകളിൽ നിന്നുകൊണ്ട് മോഡിജിയുടെ ചൊൽപ്പടിക്ക് നിന്നുകൊണ്ട് പ്രതിപക്ഷ മുന്നണിയെ വട്ടമിട്ട് പിടിക്കുന്നു എന്നുള്ളതിന്റെ കാരണം നമുക്ക് ജൂൺ 4-ാം തീയതി നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ശരി, ശ്രീ വാഹിദ് നാട്ടിക, ഇവിടെ ഇപ്പോൾ ഇന്നും
മുഖ്യമന്ത്രി തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടികൾ ആരംഭിച്ചു കഴിഞ്ഞ ദിവസമാണ് ഇന്ന്. നെയ്യാറ്റിൻകരയിൽ നിന്ന് തുടങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ്. CAA ഉൾപ്പെടെയുള്ള വിഷയങ്ങളാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമായി തെരഞ്ഞെടുപ്പിൽ എടുത്തുകാട്ടുന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. ഇവിടെ ഇപ്പോൾ കോൺഗ്രസ് നിങ്ങളുടെ നേരെതിരെ വരുമ്പോൾ മറ്റ് വിഷയങ്ങൾ, ഇതുപോലെയുള്ള വിഷയങ്ങൾ, പ്രതിപക്ഷ പാർട്ടികളെ ഈ രീതിയിൽ ദുർബലപ്പെടുത്തുന്ന നടപടികൾ, അതിലൊക്കെ മൗനം പാലിച്ച് പോകാം കേരളത്തിൽ എന്നതാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? അത് നിങ്ങളുടെ ലാഭത്തിന് വേണ്ടി അങ്ങനെ ഒരു സമരസപ്പെടൽ അതിലെടുക്കാം എന്നതാണോ നിങ്ങളുടെ നിലപാട്? അതോ വരും ദിവസങ്ങളിൽ ഈ വിഷയങ്ങൾ ഉൾപ്പെടെ വരുമെന്ന് പ്രതീക്ഷിക്കാമോ? നോക്കൂ, നാളെ നടക്കാൻ പോകുന്ന അജി പറഞ്ഞതിനെ കുറച്ചുകൂടി ഞാൻ തിരുത്തിക്കൊണ്ട് പറയുന്നു. ഇന്ത്യയുടെ മുന്നേറ്റമാണ്. ഇന്ത്യയിലെ മുഴുവൻ മനുഷ്യരുടെയും, മുഴുവൻ മതേതരവാദികളുടെയും മാനവികവാദികളുടെയും മുന്നേറ്റമാണ്. അല്ലാതെ BJP അല്ലെങ്കിൽ RSS എന്ന് പറയുന്ന 3-ാം നൂറ്റാണ്ടിലെ പ്രാകൃതമായ ഒരു ആശയത്തിൽ നിൽക്കുന്ന മനുഷ്യരൊഴിച്ച് ബാക്കി പുരോഗമന സമൂഹം മുഴുവൻ നിന്നുകൊണ്ട് ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിന്റെ കാഹളമാണ്. അതുകൊണ്ട് തന്നെ ഈ കാഹളം തുടരുക തന്നെ ചെയ്യും. അത് കേരളത്തിൽ ഏതെങ്കിലും ഒരു ഇട്ടാവട്ടത്തിലുള്ള പ്രാദേശിക വിഷയങ്ങളുടെ അടിസ്ഥാനത്തിൽ നിങ്ങൾ അതിനെ കാണേണ്ടതില്ല. ഇത് ഇന്ത്യയുടെ നിലനിൽപ്പിന്റേതാണ്. ഈ വിശാല അടിസ്ഥാനത്തിലേക്ക് ഇന്ത്യയിലെ മുഴുവൻ മതേതര കക്ഷികൾക്കും വന്നേ തീരൂ, കോൺഗ്രസിനുൾപ്പെടെ വന്നേ തീരൂ. ഇത് തന്നെയാണ് പൗരത്വ വിഷയം. പൗരത്വ വിഷയം ഇതിനേക്കാളും ആപൽക്കരമാണ്. ഇന്ത്യയിലെ ജനങ്ങളെ മതത്തിന്റെ പേരിൽ ഭിന്നിപ്പിക്കുകയാണ്. എങ്ങോട്ടാണ് ഈ രാജ്യത്തെ കൊണ്ടുപോകുന്നത്? അദ്ദേഹം നേരത്തെ പറയുന്നുണ്ടായിരുന്നു ജർമ്മനി അല്ലെങ്കിൽ അമേരിക്ക, ലോകത്തെ രാജ്യങ്ങൾക്ക് എന്താണ് താല്പര്യം? സുഹൃത്തെ, ഇത് ലോകം പുതിയ ലോകമാണ്. പുതിയ ലോകത്ത് അങ്ങനെ ഒരു രാജ്യത്തിന് എന്തും ചെയ്യാമെന്നുള്ള ധാരണയിൽ ലോകത്ത് എവിടെയും പ്രവർത്തിക്കാൻ കഴിയില്ല. ലോകത്ത് മുഴുവൻ മനുഷ്യരാണുള്ളത്. അടിസ്ഥാനപരമായി നമ്മൾ മനുഷ്യരാണ്. മനുഷ്യത്തിന് ശേഷമാണ് രാജ്യങ്ങളുള്ളത്. ആ ഒരു ബോധ്യം ലോകത്ത് വളർന്നുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ നിങ്ങൾക്ക് ഐക്യരാഷ്ട്രസഭയെയും അതുപോലെ തന്നെ ലോകത്തുള്ള മുഴുവൻ രാഷ്ട്രങ്ങളെയും ഒക്കെ കൊഞ്ഞനം കുത്തിക്കൊണ്ട് നിന്നുകൊണ്ട് RSSന്റെ 4 വിദ്യാഭ്യാസമില്ലാത്ത ആശയം വെച്ചുകൊണ്ട് സമയം പൂർണ്ണമായിട്ടും അവസാനിക്കുന്നത് കൊണ്ട് ഞാൻ ഇടപെടുകയാണ്. ശ്രീ വാഹിദ്, എന്നോട് ക്ഷമിക്കുക. എന്തായാലും ഈസ്റ്ററിന് പള്ളിയിലേക്ക് പോകേണ്ടുന്ന അജി കുര്യാക്കോസ് ആണ് അതിനിടയിലും നമുക്കൊപ്പം ചേർന്നത്. വാഹിദ് നോയമ്പ് മുറിക്കലും അതിന്റെ ബാക്കിയുള്ള പരിപാടികളിലും തിരക്കിലായിരുന്നു. അതിനിടയ്ക്കാണ് നമ്മളോട് സഹകരിച്ചത്. വിയോജിപ്പുകൾ പറയുന്നുണ്ട് എങ്കിൽ പോലും പരസ്പര ബഹുമാനം നിലനിർത്തിയാണ് ഇവിടെ സംസാരിച്ചത്. ഈ സൗഹൃദവും ഈ സാഹചര്യവും അന്തരീക്ഷവും ഒക്കെ ഇതുപോലെ നമ്മുടെ രാജ്യത്ത് എന്നും നിലനിൽക്കാനാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. എന്തായാലും അജി കുര്യാക്കോസ്, എൻ്റെ ഈസ്റ്റർ ആശംസകൾ. എല്ലാവർക്കും നന്ദി ഞങ്ങളോടൊപ്പം ചർച്ചയിൽ പങ്കെടുത്തതിന്. ഇന്ന് പ്രേക്ഷകരോടും നമ്മൾ ചോദിച്ച ചോദ്യം ഇത് തന്നെയായിരുന്നു. അതിൽ പങ്കെടുത്തതിൽ 65% പേർ പ്രതിപക്ഷത്തെ വേട്ടയാടി ദുർബലപ്പെടുത്തുന്നു എന്ന അഭിപ്രായമാണ് രേഖപ്പെടുത്തിയത്. 35% മാത്രമാണ് അല്ല എന്ന അഭിപ്രായം പറഞ്ഞത്. വളരെ നന്ദി എല്ലാ അതിഥികൾക്കും. മറ്റൊരു വിഷയമായി നാളെ കാണാം. നമസ്കാരം.